സേഫ് അല്ലാത്ത രീതിയിലേക്ക് കേരള കോൺഗ്രസ് എമ്മിന് മാറുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു ഒബ്സർവേഷൻ? എങ്ങനെയാണ്? അല്ല, അത് അവരുടെ ഉള്ളിലുള്ള പ്രാദേശിക വിഷയങ്ങളാണ്. പിന്നെ ഇന്ന് ഈ മേഖലയിലുള്ള എല്ലാ സീറ്റുകളിലും ഒരു മത്സരിച്ചാൽ പരാജയപ്പെടുമെന്നുള്ളൊരു ഭീതി എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പം അങ്ങനെ മത്സരിക്കാനുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ അവിടെ മത്സരിച്ചാൽ വീണ്ടും പരാജയപ്പെടുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ വരുന്നത്. ജോസ് കെ മാണി മത്സരിക്കണമെന്ന് മന്ത്രി പറയുന്നു. അദ്ദേഹം മത്സരിക്കാത്ത സന്നദ്ധനല്ല, അല്ലെങ്കിൽ ആയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ വ്യക്തത വരുന്നില്ല കാര്യത്തിൽ. എന്താണ് അതിന് വായിച്ചെടുക്കേണ്ടത്? അല്ല, അത് അവരുടെ ഉള്ളിൽ ആഭ്യന്തര പ്രശ്നം. അതിനെക്കുറിച്ച് നമ്മൾ കാര്യമായിട്ടുള്ളൊന്നും പറയേണ്ട കാര്യമില്ല. ജോസ് കെ മാണിക്ക് പരാജയ ഭീതിയാണോ അവിടെ മത്സരിക്കുമെന്ന് കുറച്ച് പറയാനായിട്ട്? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. അതിപ്പം സ്വാഭാവികമായിട്ട് ഈ മേഖലയിലുള്ള എല്ലാ സീറ്റുകളിൽ തന്നെ ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണി വളരെ ഒരു മേൽക്കൈ നേടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മത്സരിക്കാൻ എല്ലാവർക്കും ഭീതി തന്നെയായിരിക്കും. പക്ഷേ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് കൂടി നേതൃത്വം കൊടുക്കേണ്ട ഒരാളല്ലേ? അത് തന്നെയല്ലേ റോഷി പറയുന്നത്? അല്ല, അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യമാറ്റ ചർച്ചകളുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ റോഷിയും ജോസ് കെ മാണി തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ തുടക്കം. ജോസഫ് വിഭാഗത്തിനൊരു അഭിപ്രായത്തിൽ മാറ്റമുണ്ടോ അവരുടെ മുന്നണി UDF-ലേക്കുള്ള കടന്നുവരവായ? ജോസഫ് വിഭാഗം എന്നും ആവർത്തിച്ച് പറയുന്നത് മുന്നണി വിപുലീകരണത്തിൽ ജോസഫ് വിഭാഗം ഒരിക്കലും എതിരല്ല. പക്ഷേ ഈ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കരുത് എന്ന് മാത്രമേ ജോസ് കെ മാണി വിഭാഗം ഇങ്ങോട്ട് വരുന്നതിനെക്കുറിച്ച് പാർട്ടി നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളൂ. വരേണ്ടതുണ്ടോ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു അടിത്തറ വിപുലീകരണത്തിൻ്റെ ആവശ്യമില്ല? കോൺഗ്രസിനെ കൊടുക്കുന്ന അത്തരം അധ്യായമൊക്കെ അടഞ്ഞു എന്നാണ്. പക്ഷേ അതിനിപ്പോഴും വാതിൽ തുറന്നു കിടക്കുകയാണോ? അത് UDF നേതൃത്വം പറയേണ്ട കാര്യം. നമ്മൾ ഈ പല നേതാക്കന്മാരും ആവർത്തിച്ച് പറഞ്ഞതാണല്ലോ, അവരില്ലാതെ തന്നെ ഈ മേഖലയിലെല്ലാം തന്നെ ഒരു ശക്തമായ ഒരു മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നണിയുടെ അടിത്തറ ഇവിടെ ഭദ്രമാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിലൊരു വലിയ മുന്നേറ്റം നമ്മൾ ഈ മേഖലയിൽ ഉണ്ടാക്കും. ഈ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത് ഒരു പിളർപ്പിലേക്ക് പോകും, അതിലൊരു കഷ്ണം UDF-ലേക്ക് വരുന്നതാണ്. അത് സ്വാഗതം ചെയ്യും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. വന്നാൽ നല്ല കാര്യം, അത്രയേ ഉള്ളൂ. UDF-ൻ്റെ പറയുന്ന ആര് ഇങ്ങനെ പറയുന്നില്ല, ഇപ്പോൾ ഈ UDF നമ്മുടെ ഈ മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ ആര് കടന്നു വന്നാലും ഈ മുന്നണിയുടെ ഒരു അടിത്തറയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ ആര് വന്നാലും സ്വാഗതം ചെയ്യുന്നത്. പിളർന്നാൽ നല്ല കാര്യം എന്നാണോ? പിളർന്നാലല്ല, ഈ അടിത്തറയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ ആര് കടന്നു വന്നാലും മുന്നണിക്ക് നല്ല കാര്യം തന്നെയാണ്. ലയന സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തറവാട്ട് തർക്കം വന്നത് ഏതാണ്? യഥാർത്ഥ തറവാട് ഏതാണ് കേരള കോൺഗ്രസ്? തറവാട് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഏതോ ഒരു പേപ്പറൊക്കെ എടുത്തു പിടിച്ച് എന്തോ അഡ്രസ്സിൻ്റെ കാര്യമൊക്കെ പറയേണ്ടി വന്നു. അത് ഈ തറവാടെന്ന ആശയം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകാത്തതുകൊണ്ടാണ്. കേരള കോൺഗ്രസ് പാർട്ടി ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് എന്നുള്ളതാണ് നിലപാടെങ്കിൽ, അപ്പോൾ ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് അതിനൊക്കെ എന്താ പറയുന്ന ഒരു പ്രാധാന്യമുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടി ഒരിക്കലും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയല്ല, ഇതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഈ പാർട്ടിയുടെ ഉടമസ്ഥാവകാശം PJ ജോസഫിനല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നത് ശരി തന്നെ. ഈ പാർട്ടിയുടെ ഉടമസ്ഥാവകാശം സാക്ഷാൽ KM ജോർജിനുമല്ല, KM മാണി സാറിനുമല്ല, PJ ജോസഫിനുമല്ല. ഇതിൻ്റെ ഉടമസ്ഥാവകാശം ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇത് ഈ പ്രവർത്തകരുടെ പാർട്ടിയാണ്. അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്നുള്ള ആശയം മനസ്സിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് അഡ്രസ്സ് അവിടെയാണ് ഇവിടെയാണെന്ന് എന്ന് പറയേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയത്. ഈ പാർട്ടിയുടെ ഉടമസ്ഥരെന്ന് പറയുന്ന ഈ പാർട്ടിയിലെ ഓരോ പ്രവർത്തകരും. അപ്പോൾ തറവാട് എന്ന് പറയുന്ന ആശയം കേരള കോൺഗ്രസ് പാർട്ടി എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, കേരള കോൺഗ്രസ് പാർട്ടി ആശയപരമായി എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നുവോ ഈ പാർട്ടി പ്രതിദാനം ചെയ്യുന്ന ഒരു ജനവിഭാഗം, ആ വിഭാഗങ്ങൾ മത്സരിക്കുന്ന യഥാർത്ഥ കേരള കോൺഗ്രസ് ആണ് ഈ പാർട്ടിയുടെ തറവാട് എന്ന് പറയുമ്പോൾ അത് അഡ്രസ്സിലേക്ക് ഒതുക്കുന്നത് തീർച്ചയായിട്ടും എന്ത് പറയുന്ന ഒരു വളരെ സങ്കുചിതമായ ഒരു മനോഭാവം ഈ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. ഈ നാട്ടിലെ കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്കും ഇടുക്കിയിലെ CHR വിഷയങ്ങളും ഇടുക്കിയിലെ ഭൂപതിവ് ചട്ടങ്ങളും നിർമ്മാണ നിയന്ത്രണവും അതിനുശേഷം ഇവിടെ വന്ന ബഫർ സോൺ നിയമങ്ങളും വന്യജീവി ആക്രമണത്തും ഒക്കെ ഫലപ്രദമായ രീതിയിൽ, അല്ലെങ്കിൽ ഫലപ്രദം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ സമരങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നത് PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടി എന്ന് ഭരണകക്ഷിയിൽ ഇരുന്നിട്ട് പോലും ഒരു കാർഷിക വിഷയങ്ങളിൽ പോലും പരിഹാരം കാണുവാനോ ആ ക്യാബിനറ്റിലോ ആ മുന്നണി മീറ്റിങ്ങുകളോ ഇരുന്നിട്ട് കർഷകരുടെ ഒരു വിഷയം പോലും അവതരിപ്പിച്ച് പരിഹാരം കാണാൻ പറ്റാത്തവർ പിന്നെ എന്ത് കർഷക പാർട്ടിയാണ്? ഈ ജോസ് കെ മാണി സ്വന്തം പാർട്ടിയെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണോ കാണുന്നത്? അങ്ങനെയാണോ കരുതുന്നത്? പബ്ലിക് അല്ല, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അതെനിക്കറിയത്തില്ല. കാരണം അങ്ങനെ ഇപ്പോൾ ഒരു അഡ്രസ്സാണ് പാർട്ടിയുടെ
തറവാട് എന്ന ആശയമാണ് ഉള്ളെങ്കിൽ അത് ആ സങ്കുചിതമായ ഒരു കാഴ്ചപ്പാട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു തറവാട് എന്ന് പറയുന്ന ഈ പാർട്ടി എന്ന ആശയം, ആ പാർട്ടി എന്തിനു വേണ്ടി നിലകൊള്ളുന്നോ ആ ആശയം ചേർത്ത് പിടിച്ച്, മനസ്സിൽ ചേർത്ത് പിടിച്ച് ആ പാർട്ടിയെ നയിച്ചുകൊണ്ട് പോകുന്ന പി ജെ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് ആണ് തറവാട് എന്ന് പറയുമ്പോൾ അതൊരു ആശയമാണ് നമ്മൾ കാണുന്നത്, അതൊരു അഡ്രസ്സല്ല. പാലായിലേക്ക് ഒന്നുകൂടെ കോൺസെൻട്രേറ്റ് ആണെങ്കിൽ പാലായിൽ കഴിഞ്ഞ മാനസികാപ്പൻ പറഞ്ഞ പല ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ജോസ് കെ മാണി നൽകുന്നില്ല. ഏറ്റവും കൂടുതൽ ഈ മത്സരം സംബന്ധിച്ച് ഈ തർക്കങ്ങൾ നിൽക്കുന്നു. ഒട്ടും സേഫ് അല്ലാതെ ജോസ് കെ മാണിക്ക് സ്വന്തം തട്ടകം മാറുകയാണ്. അങ്ങനെ ഒരു റീഡിങ് നിൽക്കുന്നു. അല്ല, സേഫ്റ്റി എന്നുള്ളതല്ല, നമ്മൾ ഒരു 5 വർഷം ഭരണമുന്നണിയിൽ ഇരുന്ന ഒരു കൂട്ടര് വികസനം വരുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഭരണമുന്നണിയിൽ ഇരുന്നു കൊണ്ട് അവർക്ക് പാലായിൽ എന്തൊക്കെ ചെയ്യാൻ സാധിച്ചിരുന്നോ അതൊന്നും ചെയ്യാത്തത് കൊണ്ടല്ലേ അവിടെ വികസനം ഇല്ല എന്ന് പറയുന്നത്. ഭരണമുന്നണിയിൽ ഭരണത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന ഒരു മന്ത്രിയുള്ള പാർട്ടി, ഒരു രാജ്യസഭാ MP ഉള്ള പാർട്ടി, ബാക്കി 4 MLA പാർട്ടി, അവർ വിചാരിച്ചാൽ എന്ത് വികസനമാണ് കൊണ്ടുവരാൻ പറ്റാത്തത്. മാണി കാപ്പനും അത് തന്നെയാണ് പറഞ്ഞത്. പാലായിൽ വികസനം വരാത്തതിൻ്റെ കാരണം ഭരണത്തിലുള്ളവർ വികസനം വേണ്ട എന്ന് വെച്ചിട്ടാണ്. ഇങ്ങോട്ട് എന്ത് വികസനം വന്നാലും അതിന് തടയിടാൻ ശ്രമിക്കുകയാണ്. കാരണം അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ സ്ഥലം MLAക്ക് പോകും. അതുകൊണ്ട് വികസനത്തിന് തടയിടുകയാണെന്ന് മാത്രമാണ് മാണി കാപ്പൻ അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതയുണ്ടല്ലോ. കാരണം അവിടെ വികസനം ഇല്ല എന്നുള്ള കാര്യം മറ്റു ജോസ് കെ മാണിയും കൂട്ടരും പറയുന്നുണ്ട്. ആ വികസനം കൊണ്ടുവരേണ്ടത് ഭരണത്തിലിരിക്കുന്ന അവരായിരുന്നു. അവരത് കൊണ്ടുവന്നിട്ടില്ല. അടിത്തറ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ മേഖലയിൽ മൊത്തം ഐക്യനാധിപത്യ മുന്നണി നേടിയ വിജയം അവരുടെ ശക്തി കേന്ദ്രമാണ്. അവരുടെ വത്തിക്കാനാണ് എന്നവർ പറയുന്ന കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ പോലും 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും UDF ജയിച്ചത്. കടുത്തുരുത്തി ഡിവിഷൻ ഏതാണ്ട് 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. ജോസ് മുണ്ടക്കൻ ജയിച്ച ഏതാണ്ട് 5,000 വോട്ടിന് ഭൂരിപക്ഷമാണ് കുറവലങ്ങാട്. അതെല്ലാം അവരുടെ ശക്തി കേന്ദ്രങ്ങൾ. അവിടെയൊക്കെ വളരെ പിന്നിൽ പോയത് തീർച്ചയായിട്ടും അവരിൽ ഭയം ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഈ ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നാണോ മനസ്സിലാക്കുന്നത്? അല്ല, ഇത് നമുക്ക് അതിനെക്കുറിച്ച് ഞാനൊരു പരസ്യമായിട്ട് പറയാൻ ആയിരുന്നില്ല. പക്ഷേ ആ ഒരു തമ്മിലുള്ള ഇൻട്രാക്ഷനും ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ എന്തൊക്കെയോ എവിടെയോ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് ഈ കേരള കോൺഗ്രസുകളുടെ ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത് പാർട്ടി ചെയർമാൻ ആണല്ലോ ഇത്തരം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ഒക്കെയുള്ള ചെയ്യുന്നത്. പക്ഷേ ഇത് അസാധാരണമായ ഒരു സംഭവമാണ് ഈ നമ്മൾ 2 ദിവസങ്ങളിൽ മാണി വിവാദത്തിൽ കാണുന്നത്. ഇത് എന്തോ ഒരു ഭിന്നസ്വരം അങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ. റോഷി ഒരു സൂപ്പർ ചെയർമാൻ ആവുന്നുണ്ടോ? അല്ല, അതൊക്കെ അവരുടെ ഞാൻ മനസ്സിലാക്കി, അവരുടെ ആഭ്യന്തര വിഷയങ്ങളാണ്. വിലയിരുത്തൽ എന്ന് തോന്നുന്നത് അവിടെ എന്തൊക്കെയോ വിഷയങ്ങളുണ്ട്. കാരണം അവിടെ എന്തോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള കാര്യം എവിഡൻ്റാണ്. നമുക്കത് കണ്ടാൽ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഈ അവസരത്തിൽ പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ നിൽക്കുന്ന ഈ 4 വരി പാതയുടെ സൈഡിൽ നിന്നിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ താഴെ നിന്നാണ് നമ്മൾ തൊടുപുഴ വികസനമില്ലെന്ന് പറയുന്നത്. തൊടുപുഴയ്ക്കുള്ള വികസനം എന്താണെന്ന് തൊടുപുഴത്തെ ജനത്തിന് ബോധ്യമുണ്ട്. അദ്ദേഹം ഇവിടെ വന്നിട്ട് തൊടുപുഴയുടെ വികസനം ഒരു മുരടിപ്പിന് കാരണം പി ജെ ജോസഫാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ തന്നെ തൊടുപുഴയെക്കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും അറിയില്ല എന്നുള്ളതാണ് ഞാൻ അതിനെ വിലയിരുത്തുന്നത്. തൊടുപുഴ എന്ന് പറയുന്നത് നമ്മൾ പറയും തൊടുപുഴയിലെ 8 ബൈപ്പാസ് ഉണ്ട്, 9 ബൈപ്പാസ് ഉണ്ട്, 9ാമത്തേത് പണി തീരാൻ പോകുന്നു എന്ന് പറയുമ്പോഴും തൊടുപുഴ ടൗണ് മാത്രമല്ല, നമ്മൾ തൊടുപുഴയിലത്തെ മറ്റ് 12 പഞ്ചായത്തുകളിൽ പോകുമ്പോഴും എവിടെയും എല്ലായിടത്തും BM&BC റോഡുകളും മനുഷ്യൻ താമസമുള്ള എല്ലാ മലമുകളിലേക്കും റോഡുകളും അവിടെയെല്ലാം കുടിവെള്ളം 12 പഞ്ചായത്തുകളിൽ മുനിസിപ്പാലിറ്റിയിൽ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുള്ള ഒരു നിയോജക മണ്ഡലം കേരളത്തിൽ ഒരുപക്ഷെ തൊടുപുഴ മാത്രമേ. അവിടെ എല്ലായിടത്തും ജലവകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് ഈ പ്രോജക്റ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അതിനു മുമ്പ് റവന്യൂ മന്ത്രിയായിരുന്നപ്പോൾ എല്ലാ മേഖലകളിലും വില്ലേജ് ഓഫീസുകളും അതുപോലെ എല്ലാ പഞ്ചായത്തുകളിലും 1-ലധികം +2 സ്കൂളുകളും ഒക്കെ കൊണ്ടുവന്ന് ഈ തൊടുപുഴയുടെ ഒരു സമഗ്രമായ വികസനം കേരളത്തിലെ ഒരു മോഡൽ ടൗണാക്കി മാറ്റിയ, ഒരു മോഡൽ നിയോജക മണ്ഡലമാക്കിയ ഒരു മണ്ഡലത്തിൽ വന്നു നിന്നിട്ട് ഇവിടുത്തെ വികസനം മുരടിപ്പിന് കാരണം പി ജെ ജോസഫാണ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പഠിച്ചിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.